നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. നമ്മുടെ ഈ ഒരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീരീസ്, അതായത് സർജറി വേണോ വേണ്ടയോ, അപ്പോൾ അത് നമ്മൾ തുടരുകയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ഡോക്ടറെ എനിക്ക് തുമ്മലും മൂക്കൊലിപ്പും തുടർച്ചയായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഞാൻ അതൊരു സർജറി ചെയ്താൽ എൻ്റെ തുമ്മൽ മാറുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുമ്മൽ അല്ലെങ്കിൽ മൂക്കൊലിപ്പ് ഇത് കോമൺ ആയിട്ട് നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അപ്പം ഇതിനകത്ത് നമ്മുടെ ശരീരത്ത് തന്നെ ഈ പറഞ്ഞ മാതിരി അത് എന്തെങ്കിലും ട്രിഗേഴ്സ്, ഒന്നുകിൽ നമ്മൾ ശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് പറ്റാത്തൊരു സാധനത്തിനോട് നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ ബോഡിയുടെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസാണ്, അതാണ് നമ്മൾ തുമ്മുന്നത്. അപ്പോൾ ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ആസ് സച്ച് ഇത് മെഡിക്കലി മാനേജ് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ്. ഇതിന് പ്രൈമർലി നമ്മൾ ആൻറ്റി അലർജിക് മെഡിക്കേഷൻസ് ഉണ്ട്. അതിന് പുറമെ ഇതിൻ്റെ മെയിൻ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നേസൽ സ്റ്റിറോയിഡ് സ്പ്രേസ് ആണ്. അപ്പം ഇതൊരു ലൈഫ് ലോങ് പ്രോബ്ലമാണ്. അലർജി ഉള്ളവർക്ക് ആസ്മ ഉള്ളവർക്ക് അലർജി, ഈ പറഞ്ഞ പോലെ ഇത് ഓൾമോസ്റ്റ് ഒരു ഓൾമോസ്റ്റ് കണക്റ്റഡ് പെത്തോളജീസാണ് ഈ രണ്ട് കാര്യങ്ങളും. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരം ഓരോ വ്യക്തികൾ ഈ പറഞ്ഞ പോലെ ചിലർക്ക് ഒരു അലർജിക് ടെൻഡൻസി ഉള്ള വ്യക്തികളാണ്. അതൊരു പക്ഷേ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടാവുന്നതാണ്. ജനറ്റിക് ഇതിനകത്ത് മേക്കപ്പിനകത്തുള്ള ചില കാരണങ്ങളാലാണ് ഈ അലർജിക് ടെൻഡൻസി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങൾ നമ്മൾ ഒരു സർജറി വഴി നമുക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു സർജറി ചെയ്താലും നമ്മുടെ തുമ്മലോ ഈ പറഞ്ഞ പോലുള്ള സിംറ്റംസ്, ഈ പ്രിഡോമിനൻ്റായിട്ടുള്ള ഇപ്പം മൂക്ക് ചൊറിച്ചില്ല, കണ്ണ് ചൊറിച്ചില്ല, ഇതെല്ലാം അലർജിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സർജറിയുടെ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുന്ന സിംറ്റംസ് അല്ല അലർജിക് റൈനൈറ്റിസിൻ്റെത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ അലർജിക്ക് വേണ്ടി പലപ്പോഴും ആൾക്കാർ മൂക്കിൻ്റെ പാലം നേരെയാക്കുക, മൂക്കിൻ്റെ പാലം നേരെയാക്കുന്നതും അലർജിയും തമ്മിൽ യാതൊരു കണക്ഷനില്ല. പിന്നെ അലർജി ഉള്ള പേഷ്യൻസിൽ ആകെ സർജറി ചെയ്യാനുള്ളൊരു ഇൻഡിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് മൂക്കടപ്പ് ഒരു പ്രശ്നമാണ്. അതിപ്പോൾ അലർജി കൺട്രോൾ ചെയ്തതിന് ശേഷം മൂക്കടപ്പ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ മൂക്കിന് പാലത്തിന് വളവുണ്ടെങ്കിൽ അത് സ്ട്രെയിറ്റൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രീത്തിങ് ഇമ്പ്രൂവ് ചെയ്യാം. അതുകൂടാതെ അലർജി ഉള്ള പേഷ്യൻസിൽ മൂക്കിനകത്തുള്ള ഒരു എല്ലുണ്ട്, ടേർബിനേറ്റ് എന്ന് പറയുന്നത്, അത് പലപ്പോഴും വീർത്ത് വലുതായിട്ടിരിക്കും. അപ്പം ഈ മെഡിസിൻസ് എടുത്തിട്ടും അത് ഷ്രിങ്ക് ചെയ്യുന്നില്ല, ചെറുതാകുന്നില്ലെന്ന് വെച്ചാൽ മൂക്കടപ്പ് ഒരുപക്ഷെ തുടരാൻ സാധ്യതയാണ്. അപ്പം അങ്ങനെ ഉള്ള പേഷ്യൻസിന് മാത്രമാണ് നമ്മൾ ഈ സർജിക്കൽ ഓപ്ഷൻസ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യാതൊരു സർജറി ചെയ്യുന്നത് കൊണ്ടും നമുക്ക് അലർജിക് റൈനൈറ്റിസ് ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല. അത് പ്രിഡോമിനൻ്റ്ലി ഒരു മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ്. സർജറി നമ്മൾ മൂക്കടപ്പ് അതിനകത്ത് എന്തെങ്കിലും റിലീഫ് കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തു കൊടുക്കുന്നൊരു കാര്യമാണ്. താങ്ക് യു.